വാഴും എൻ്റെ യേശുനാഥൻ, എന്നുമെന്നും അവൻ എന്നെ വഴി നടത്തും. എൻ്റെ കൂടെ വാഴും എൻ്റെ യേശുനാഥൻ, എന്നുമെന്നും അവൻ എന്നെ വഴി നടത്തും. ലോകത്തേക്കാൾ വലിയവൻ എൻ്റെ കൂടെ, അതിനാൽ ഞാൻ ലോകത്തെ മറികടക്കും. ലോകത്തേക്കാൾ വലിയവൻ എൻ്റെ കൂടെ, അതിനാൽ ഞാൻ ലോകത്തെ മറികടക്കും. എൻ്റെ കൂടെ വാഴും എൻ്റെ യേശുനാഥൻ, എന്നുമെന്നും അവൻ എന്നെ വഴി നടത്തും. അസാധ്യമായത് എന്തുണ്ട്, അസാധ്യമായത് എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്. അസാധ്യമായത് എന്തുണ്ട്, അസാധ്യമായത് എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്. പട്ടണത്തിൽ അവൻ വന്നാൽ അത്ഭുതമാ, വീട്ടിൽ അവൻ വന്നാലോ ആനന്ദമാ. 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 ആനന്ദമാ, 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 ആനന്ദമാ. കർത്താവിന്റെ ശ്രേഷ്ഠനാമം മാറ്റപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം ദൈവത്തോടൊപ്പമായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തിനായി നന്ദി പറയുകയാണ്. ക്രിസ്തുവിലായിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരാണ്. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേൽ വന്നു എന്ന് പറയുമ്പോൾ അത് ശ്രേഷ്ഠതയുടെ ആത്മാവാണ്. പിന്നീട് ഞാൻ പഴയ വ്യക്തിയായി തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം അന്നു മുതൽ എൻ്റെ ലൈഫിൻ്റെ എല്ലാ രീതികളും മാറണം. കാരണം അന്ന് വരെ ഞാനായിരുന്ന സ്വഭാവം മാറണം, ജീവിത ശൈലികൾ മാറണം, എൻ്റെ ജീവിതത്തിൻ്റെ നിലവാരം മാറണം, എൻ്റെ സംസാരം മാറണം, ചിന്താഗതികൾ മാറണം. ഇതെല്ലാം മാറണം എന്നത് സ്വർഗത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവവചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ക്രിസ്തുവിനാൽ നിറയപ്പെട്ട ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നുവെന്ന്. അതുവരെ ആയിരുന്ന നമ്മുടെ സകല ജീവിത ശൈലിയിൽ നിന്നും അന്നു മുതൽ എനിക്ക് മാറ്റം വരികയാണ്. അതുവരെ ആയിരുന്ന ചിന്താഗതികളിൽ നിന്ന്, പാരമ്പര്യ സ്വഭാവങ്ങളിൽ നിന്ന് അന്നു മുതൽ നിശ്ചയമായും എനിക്ക് മാറ്റമുണ്ടാകും. പഴയ വ്യക്തിയായി ഞാൻ തുടരേണ്ടതിന് ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവിനെ ആവശ്യമില്ല. ഞാൻ പുതിയൊരു വ്യക്തിയായിട്ട് എല്ലാ വിധത്തിലും പുതുക്കം പ്രാപിച്ചൊരു വ്യക്തിയായി മാറേണ്ടതിനാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ തന്നത്. അതുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ഇപ്പോഴും പഴയതിൽ തുടരുന്ന വ്യക്തിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴയ ചിന്താഗതിയിൽ, പഴയ ജീവിതശൈലിയിൽ, പഴയ നിലവാരത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളോടും കർത്താവ് പറയുകയാണ്, ആ വിധത്തിൽ തന്നെ തുടരാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിലെ എല്ലാ മേഖലയിലും പുതുക്കം പ്രാപിക്കേണ്ടതിനാണ് കർത്താവിൻ്റെ ആത്മാവിനെ തന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിന്, ചിന്തകൾക്ക് മാറ്റമുണ്ടാകട്ടെ. ആ നിലവാരത്തിൽ നമുക്കായിരിക്കാം. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൻ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികൾ. ഒന്ന് പറഞ്ഞേ, സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികൾ. ആ സുവിശേഷം നമ്മിൽ കുറേ നന്മകൾ കൊണ്ടുവരും. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, നീ എപ്പോൾ സുവിശേഷം കേട്ടോ അപ്പോൾ മുതൽ നിന്നിൽ ചില നന്മകളുമായിട്ടാണ് ആ സുവിശേഷം വന്നത്. ക്രിസ്തുവിനെ കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ ദൈവം പറയാണ്, അവന് അനുഗ്രഹത്തിലേക്ക് വരികയാണ്. എപ്പോൾ നീ യേശുവിലേക്ക് വന്നോ, നീ അനുഗ്രഹത്തിലേക്കാണ് വന്നത്.
ഞാൻ യേശുവിനെ കേട്ടു എന്ന് പറയുമ്പോൾ ആളുകൾ പറയും ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയും. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവജനം പറയുകയാണ്, നീ യേശുവിനെ കേട്ട ആ സമയം നീ അനുഗ്രഹത്തിലേക്ക് വന്നു. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിലുള്ളത്? നമ്മൾ ഇന്ന് മോഹിക്കുന്നതെല്ലാം അത് അനുഗ്രഹത്തിൽപ്പെടും. സമ്പത്ത് അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. നല്ല വീട് അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. നല്ല കാർ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. നല്ല വസ്ത്രങ്ങൾ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. ഞാൻ അനുഭവിക്കുന്ന എല്ലാ ആത്മീയ അനുഭവങ്ങളും അത് അനുഗ്രഹത്തിന്റെ ഭാവമാണ്. ക്രിസ്തുവിലുള്ള നന്മയാണ്. ഇതെല്ലാം അനുഗ്രഹത്തിൽപ്പെടും. ഞാൻ എപ്പോൾ സുവിശേഷം കേട്ടോ, ഞാൻ അപ്പോൾ ആ അനുഗ്രഹത്തിലേക്കാണ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എൻ്റെ പ്രൊവിഷൻ എന്ന് പറയുന്നത് സ്വർഗമാണ്. ദൈവജനം പറയുകയാണ്, നിന്റെ പ്രൊവിഷൻ സ്വർഗമാണ്. നീ അനുഗ്രഹ പൂർത്തിയോടെ ആയിരിക്കണമെന്നാണ് സ്വർഗത്തിന്റെ ഇഷ്ടം. നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്നും കൂടെ വരാം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും. കൂട്ടവകാശികൾ, ഇവിടെ ദൈവജനത്തെ നമുക്ക് നോക്കാം. അവിടെ എഴുതിയിരിക്കുകയാണ്, എപ്പോൾ നീ സുവിശേഷം കേട്ടോ അപ്പോൾ നീ ക്രിസ്തുവിന്റെ അവകാശത്തിലേക്ക് വന്നു. സുവിശേഷം കേട്ട ആ സമയം ഞാനും അവനും ഒരു കൂട്ടവകാശത്തിലേക്ക് വന്നു. അടുത്ത വാക്യം പറയാ, ഞാൻ അവനുമായി ഏക ശരീരമായി തീർന്നു. ദൈവജനം പറയാ, യേശുവിനോടുകൂടെ പറ്റിച്ചേരുന്നവൻ അല്ലെങ്കിൽ അവനുമായി ഒരാത്മാവാകുന്നു. അടുത്ത് എഴുതിയിരിക്കുകയാണ്, വാഗ്ദത്തത്തിൽ പങ്കാളികളായി തീർന്നു. ദൈവജനത്തിൽ എന്തൊക്കെ വാഗ്ദത്തങ്ങൾ എഴുതിയിരിക്കുന്നു അതിലെല്ലാം എനിക്കും പങ്കുണ്ട്. ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ വാഗ്ദത്തം എഴുതിയിരിക്കുന്നുവോ അതിലെല്ലാം ഞാനും ഒരു അവകാശിയാണ്. എനിക്കും കൂടെ കർത്താവ് തന്നിരിക്കുകയാണ്. ഞാൻ അവനുമായി ഒന്നായി ചേർന്നിരിക്കുകയാണ്. എൻ്റെ ലൈഫിലായിരിക്കുന്ന എല്ലാ അനുഗ്രഹത്തിനും ഞാനും ഇപ്പോൾ പങ്കാളിയാണ്. ഒന്ന് പറഞ്ഞേ, ആ ദൈവജനത്തിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ സകല നന്മയിലും ഞാനും ഇപ്പോൾ പങ്കാളിയായി തീർന്നിരിക്കുകയാണ്. അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ്, 7ാമത്തെ വാക്യം, ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. ആ സുവിശേഷത്തിന് എൻ്റെ മേൽ ശക്തി ലഭിച്ചപ്പോൾ ഞാനും ആ സുവിശേഷത്തിന് ശുശ്രൂഷക്കാരനായി തീർന്നു. നമ്മളിവിടെ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് വിളിച്ചതാന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളെല്ലാം കർത്താവ് വിളിച്ചതാണോ? ലോകത്ത് എത്രയോ പേരുണ്ട്. എന്നാൽ അവരുടെ ഇടയിൽ നിന്ന് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു. അവൻ നമ്മളെ തെരഞ്ഞെടുത്തു. അവൻ നമ്മളെ തെരഞ്ഞെടുത്തിട്ട് അവൻ്റെ ശുശ്രൂഷകരാക്കി വെച്ചിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞ്, എന്നെ അവൻ അവൻ്റെ ശുശ്രൂഷക്കാരനാക്കി. എങ്ങനെ അവൻ്റെ ശുശ്രൂഷക്കാരനാക്കിയെന്നറിയാവോ? അവൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകർന്നിട്ട് എന്നെ അവൻ്റെ ശുശ്രൂഷക്കാരനാക്കി. അവൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകർന്നപ്പോൾ ദൈവത്തിൻ്റെ ശക്തി കൂടെ എൻ്റെ മേൽ വന്നു. ആ ശക്തിയാൽ ഞാനിപ്പോൾ സുവിശേഷത്തെ ശുശ്രൂഷിക്കുന്നു. സുവിശേഷത്തിൻ്റെ ശുശ്രൂഷക്കാരനായി തീർന്നു. ഒന്ന് പറഞ്ഞേ, ഞാൻ സുവിശേഷത്തിന്റെ ശുശ്രൂഷക്കാരനായി തീർന്നു. എന്റെ മേൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. അതിന്റെ ആ പ്ലാനിന്റെ ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്. എന്റെ മേലൊരു കോളിംഗ് വന്നു. എന്നാൽ ദൈവജനം പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ കൂടാതെ, അഭിഷേകത്തെ കൂടാതെ ആ കോളിങ്ങിനെ ഫുൾഫിൽ ചെയ്യുവാൻ എനിക്ക് കഴിയത്തില്ല. എൻ്റെ മേലുള്ള ദൈവിക ഉദ്ദേശത്തെ ഞാൻ ചെയ്തെടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകത്തെ കൂടാതെ എനിക്ക് കഴിയത്തില്ല. അതുകൊണ്ടാണ് അവൻ എന്നെ കണ്ടപ്പോൾ, അവൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കി എന്നെ മാറ്റിയപ്പോൾ ആ അഭിഷേകത്തെ എൻ്റെ മേൽ പകർന്നത്. എനിക്ക് ആ അഭിഷേകത്തെ കൂടാതെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ എനിക്കത് ഫുൾഫിൽ ചെയ്യുവാൻ കഴിയത്തില്ല. ജയകരമായൊരു ജീവിതം എനിക്ക് നടത്തണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ കൂടാതെ എനിക്ക് കഴിയത്തില്ല.
അടുത്തിരിക്കുന്ന ആളുടെ കൈ എടുത്തിട്ട് പറഞ്ഞേ, നീ ലൈഫിൽ ജയത്തെ ആഗ്രഹിക്കുന്നുണ്ടോ? ജയത്തെ ആഗ്രഹിക്കുന്നുണ്ടോ? ഐ മീൻ, നിനക്ക് ദൈവാത്മാവിനെ കൂടാതെ അത് ചെയ്യുവാൻ കഴിയത്തില്ല. കൂടാതെ ചെയ്യാൻ കഴിയത്തില്ല. എൻ്റെ മുൻപിലുള്ള പ്രശ്നത്തെ ഭയപ്പെടേണ്ട എന്ന് ദൈവത്തിൻ്റെ വചനം എന്നോട് പറയുമ്പോൾ, ഐ മീൻ, സ്വർഗം എന്നെ കാണുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഐ മീൻ, സകലവും സൃഷ്ടിച്ച, വാക്കുകൾ കൊണ്ട് സകലത്തെയും ഉളവാക്കിയ അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, ഐ മീൻ, അവൻ്റെ ആത്മാവിനെ എൻ്റെ മുൻപിൽ അല്ല എൻ്റെ മുകളിൽ വെച്ചിട്ട് പറയുകയാണ്, നിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ നീ തിരിച്ചറിഞ്ഞാട്ടെ, അത് മുற்றிലും ജയാളിയാണ്. നീ ഒരിടത്തും പരാജയപ്പെടത്തില്ല. നിന്റെ മുൻപിലായിരിക്കുന്ന ഒരു പ്രശ്നത്തിനും നിന്നെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. കാരണം എന്റെ മുകളിൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയാണ്. എന്ന് പറഞ്ഞ അവന്റെ ആത്മാവിന്റെ മേൽ വസിക്കുന്നു. അവന്റെ ആത്മാവിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പഴയ വ്യക്തിയല്ല. എനിക്ക് ചിലത് ചെയ്യുവാനായി കഴിയും. എനിക്ക് ചിലത് ചെയ്യാനായി കഴിയുമെന്ന് പറഞ്ഞാൽ അന്നു മുതൽ ഞാൻ ആയിരിക്കുന്നത് സ്വർഗത്തിൻ്റെ പ്രത്യേക ഉദ്ദേശത്തിലാണ്. ഞാനതിനെ എനിക്ക് ചെയ്തെടുക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കേണ്ട, എന്നെ ചെയ്തെടുക്കുമാറാക്കേണ്ടതിനാണ് ആത്മാവിൻ്റെ മേൽ വന്നത്. ഞാൻ അന്നു മുതൽ സാധാരണ വ്യക്തിയല്ല. ഒന്ന് പറഞ്ഞ്, ഞാൻ സാധാരണ വ്യക്തിയല്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വസിക്കുന്നു. ഐ മീൻ, ഒരു പരാജയത്തിനും എന്നെ തൊടാൻ കഴിയത്തില്ല. ഒരു സാഹചര്യത്തിനും എന്നെ തൊടാൻ കഴിയത്തില്ല. ഒരു അനർത്ഥത്തിനും എൻ്റെ മേൽ വരാൻ കഴിയത്തില്ല. ഒരു രോഗത്തിനും എൻ്റെ ശരീരത്തെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. കാരണം ഞാനൊരു സാധാരണ വ്യക്തിയല്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വസിക്കുന്നു. പക്ഷേ നമ്മൾ ആ കോൺഷ്യസിലല്ല നടക്കുന്നത്. എപ്പോൾ ഞാൻ യേശുവിനെ അറിഞ്ഞോ, സുവിശേഷം കേട്ടോ, അന്നു മുതൽ ഞാൻ ഒറ്റയ്ക്കല്ല. ഒന്ന് പറഞ്ഞ, ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ കൂടെ ഒരാളും കൂടിയുണ്ട്. പക്ഷേ എൻ്റെ കൂടെ ഉള്ള ആളിനെ പലപ്പോഴും ഞാൻ മറന്നു പോകുക. വിവാഹം കഴിഞ്ഞ പുതു ജോഡിയോട് ചോദിച്ചാൽ അവര് അതുവരെ സ്വീകരിക്കാത്ത രീതി അന്നു മുതൽ സ്വീകരിക്കും. കാരണം അവർക്ക് മനസ്സിലായി, ഇനി മുതൽ അവർ ഒറ്റയ്ക്കല്ല, അവരുടെ കൂടെ ഒരാളും കൂടിയുണ്ട്. എന്തേലും ചെയ്യുമ്പം അവരോട് പറയും, അവരോട് ചോദിക്കും, എന്തേലും കഴിക്കുമ്പം ചോദിക്കും, എന്തേലും കുടിക്കുമ്പം ചോദിക്കും. പക്ഷേ നമ്മുടെ കൂടെ ഉള്ള ആളെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. കൂടെ ഒരാളുണ്ടെന്ന് ഓർമ്മ പോലും ഇല്ല. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ്, കൂടെ ഉള്ള ആളെ ഇടയ്ക്കെന്നല്ല എപ്പോഴും ഓർക്കണമെന്നൊന്ന് പറഞ്ഞാട്ടെ, കൂടെ ഒരാളുണ്ട്, ഒറ്റയ്ക്കല്ല. ഐ മീൻ, ആ ആളോട് സംസാരിക്കണം. ഐ മീൻ, ആ ആൾ എൻ്റെ കൂടെ ജീവിത അവസാനം വരെ ഉണ്ടാകാൻ വന്നതാണ്. ദൈവജനത്തിലാണ് പറഞ്ഞത്. ദൈവജനം മാത്രമാണ് നമ്മളോട് പറഞ്ഞത്, ഐ മീൻ, നിന്റെ അവസാനത്തോളം ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകുമെന്ന്. ആ ആള് നമ്മളെ വിട്ടുപോകത്തില്ല. പക്ഷേ നമുക്കത് ഓർമ്മ പോലും ഇല്ല. ഹല്ലേലൂയ. ആ കോൺഷ്യസിലേക്ക് വരണം. ഒന്ന് പറഞ്ഞേ, എൻ്റെ കൂടെ ഒരാളുണ്ടെന്ന കോൺഷ്യസിലേക്ക് വരണം. ഈ ആളെ എന്തിനാ തന്നതെന്നറിയാവോ? അവൻ എന്നെ ചിലത് പഠിപ്പിക്കും. അവൻ എന്നെ സ്ട്രെങ്തൻ ചെയ്യും. ഐ മീൻ, അവൻ എന്നെ മുൻപോട്ട് പോകുവാനുള്ള ശക്തിയെ പകരും. ഐ മീൻ, എനിക്കുള്ള വഴിയെ അവൻ പറഞ്ഞു തരും. എനിക്ക് മുൻപിലുള്ളത് എന്താണെന്ന് അവൻ കാണിച്ചു തരും. ഐ മീൻ, ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് അവൻ എന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനൊരു സാധാരണ വ്യക്തിയല്ല, നിനക്ക് ചിലത് ചെയ്യാൻ കഴിയുമെന്ന് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ എന്നെ നീതിയിൽ നടത്തും. അവൻ എന്നെ വിശുദ്ധിയിൽ നടത്തും. ദൈവത്തിന്റെ ഉദ്ദേശത്തെ അവൻ എന്നോട് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. ഇതാണ് അവൻ എന്നോട് പറയുന്നത്. ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന്, നിന്റെ സക്സസ്സിലേക്കുള്ള വഴി എന്താണെന്ന്, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന്. പക്ഷേ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവുള്ളത് കൊണ്ട് ഇതിൻ്റെ ആവശ്യം നമുക്ക് പലപ്പോഴും തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ സ്വന്തമായി ചെയ്യും. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, നീ ഒരു അഭിഷക്തനാണെന്ന് മറന്നു പോകരുത്. ഇത്രയും വിലയുള്ള ഒന്ന് എന്നിൽ പകർന്നത് എന്തിനാണെന്നറിയാവോ? നീ ഒരു സാധാരണക്കാരനെ പോലെ ആകാതെ അസാധാരണമായി ചിലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് പറഞ്ഞ്, ഞാനൊരു അഭിഷക്തനാണ്. ഞാനൊരു അഭിഷക്തനാണ്. സ്വർഗത്തിന് വലിയൊരു പ്ലാൻ ആയിരുന്നു യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുക എന്നത്. എന്നാൽ ആ
പ്ലാൻ പിതാവ് ചെയ്യുമ്പോൾ, ആ ശുശ്രൂഷയിലേക്ക് യേശുവിനെ കൊണ്ടുവരുമ്പോൾ സ്വർഗം എന്താ ചെയ്തതെന്നറിയാവോ? അവനെ അഭിഷേകം കൊണ്ട് നിറച്ചു. ആമീൻ. ആ ആത്മാവിനെ യേശുവിന്റെ മേൽ പകർന്നു. ആമീൻ. അപ്പോസ്തല പ്രവൃത്തി 10-38 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ആ അഭിഷേകം അവന്റെ മേൽ വന്നപ്പോൾ യേശുവിന് മനസ്സിലായി താൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അവിടെ എഴുതിയിരിക്കുക, ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചു. അഭിഷേകം യേശുവിന്റെ മേൽ വന്നപ്പോൾ യേശു ബന്ധിതരായവരുടെ അടുക്കൽ ചെന്നവരെ വിടുവിച്ചു, രോഗികളെ സൗഖ്യമാക്കി, പിശാച് ബാധിച്ചവരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു. നന്മ ചെയ്തുകൊണ്ട് യേശു സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ഇതേ ആത്മാവ് എൻ്റെ മേൽ വന്നിട്ട് അവൻ എന്നോടും ചിലത് പറയുകയാണ്, നീ ഒരു സാധാരണ വ്യക്തിയല്ല, നിനക്ക് ഈ ഭൂമിയിൽ ചിലത് ചെയ്യുവാനുണ്ട്. ഒന്ന് പറഞ്ഞ്, ഞാനൊരു സാധാരണ വ്യക്തിയല്ല, എനിക്ക് ഈ ലോകത്ത് ചിലത് ചെയ്യുവാനുണ്ട്. ദൈവത്തിന്റെ വലിയൊരു ഉദ്ദേശം എൻ്റെ മേലുണ്ട്. അതുകൊണ്ടാണ് ആ അഭിഷേകം എൻ്റെ മേൽ വന്നത്. എപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ അപ്പോൾ ആ അഭിഷേകം എൻ്റെ മേൽ വന്നു. ഒന്ന് പറഞ്ഞ്, ഞാൻ അപ്പോൾ അഭിഷക്തനായി. പഴയ നിയമത്തെ നോക്കിയാൽ നമുക്ക് വളരെ രസകരമായൊരു കാര്യം കാണാം. ദൈവത്തിൻ്റെ അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ ആ വ്യക്തിയെ ആ ദേശം മുഴുവനും വളരെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കണമെങ്കിൽ ആളുകൾ അവരുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലും. ആ നാട്ടിൽ അവർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. കാരണം അത്രത്തോളം വിലയുള്ള ഒന്നാണ് അവരുടെ മേൽ വന്നത്. നമുക്കറിയാം, ശൗലിനൊരു കഴുതയെ കാണാതെ പോയപ്പോൾ ഇവിടെ അടുക്കൽ ഒരു പ്രവാചകനുണ്ട്, ഒരു ദൈവമനുഷ്യനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരതിനെ അന്വേഷിക്കാൻ ശമൂവേലിന്റെ അടുക്കലാണ് പോയത്. എന്നാൽ ഇന്ന് നമ്മുടെ എല്ലാവരുടെ മേലും ഈ ആത്മാവിനെ തന്നു. പക്ഷേ നമ്മൾ അതിനെ എത്രത്തോളം വിലയുള്ളതായിട്ടാണ് കാണുന്നത്. ഒരു അഭിഷക്തൻ ആ രാജ്യത്തുണ്ടെങ്കിൽ രാജാവ് പോലും അവനെ ഭയക്കുന്ന വിധത്തിലായിരുന്നു. കാരണം ആ അഭിഷക്തൻ പറഞ്ഞതേ ആ ദേശത്ത് നടക്കത്തുള്ളൂ. എന്നാൽ അതേ അഭിഷേകം ഇന്ന് എൻ്റെ മേൽ തന്നിട്ട് പറയുകയാണ്, നീ ഒരു സാധാരണ വ്യക്തിയല്ല, നിനക്ക് ചിലത് ചെയ്യാനായി കഴിയും. പക്ഷേ ഈ അഭിഷേകം എൻ്റെ മേലുള്ളത് ഞാൻ പലപ്പോഴും മറന്നു പോവുകയാ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, നീ മറക്കേണ്ട കാര്യമല്ലത്. നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അവൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ തന്നത്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഞാനൊരു സാധാരണ വ്യക്തിയല്ല. അത് ഞാൻ തിരിച്ചറിയുമ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറും, എൻ്റെ ചിന്താഗതികൾ മാറും. അത് ഞാൻ തിരിച്ചറിയുമ്പോൾ എൻ്റെ ഭാഷകൾ മാറും, എൻ്റെ ജീവിത രീതി മാറും. തിരിച്ചറിയാത്തിടത്തോളം കാലം ഞാൻ ഒരു സാധാരണ വ്യക്തിയെ പോലെ ജീവിക്കും. ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരിക. ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്ന ഒരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരിയാ. അവരെന്ത് ചെയ്ത്, ഞങ്ങളുടെ വീട്ടിലെ ജോലി നിർത്തിയതിന് ശേഷം 6 മാസമാണോ 1 വർഷമാണോ എനിക്ക് ഓർമ്മയില്ല, ഒരു കോഴ്സ് ചെയ്തു. അവർ ഒരു നഴ്സിങ്ങിൻ്റെ കോഴ്സ് ചെയ്തിട്ട് ഒരു ഹോസ്പിറ്റലിൽ കയറി. അപ്പോൾ അവർക്ക് ആ സമയം മുതൽ അവർക്ക് തോന്നാൻ തുടങ്ങി, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം മാറി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇനി മാറണം. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് പറഞ്ഞു, ഇനി ഞാനിങ്ങനെ പഴയതുപോലെ കുടിച്ചു നടന്നാൽ പറ്റത്തില്ല, നമ്മുടെ നിലവാരമൊക്കെ ഒന്ന് മാറ്റണം. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ നിലവാരം മാറ്റാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്റെ ആത്മാവിനെ എൻ്റെ മേൽ വെച്ചിട്ട് പറഞ്ഞു, നീ ഇനി ഒരു സാധാരണ വ്യക്തിയല്ല, നീ ഒരു അഭിഷക്തനാണ്. ആമേൻ. ഒരു രാജാവ് പോലും നിന്നെ കണ്ടാൽ കുമ്പിടുന്ന വിധത്തിലൊന്ന് ഞാൻ നിന്റെ മേൽ വെച്ചിരിക്കുകയാണ്. നീ അതിനെ തിരിച്ചറിഞ്ഞാട്ടെ. ഞാനായിരിക്കുന്ന എൻ്റെ എല്ലാ സാഹചര്യത്തെയും, എൻ്റെ ജീവിത നിലവാരത്തെയും, ഈവൻ എൻ്റെ വാക്കുകളെ പോലും അഭിഷേകം മാറ്റും.
നമ്മുടെ ചിന്തകളെ, വാക്കുകളെ, പ്രവൃത്തികളെ എല്ലാം മാറ്റിമറിക്കാനാണ് ദൈവത്തിൻ്റെ അഭിഷേകം എൻ്റെ മേൽ വന്നത്. നിങ്ങൾ പഴയ വ്യക്തിയായി തുടരരുത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ഓരോ വ്യക്തികളെയും കണ്ടാൽ തിരിച്ചറിയണം. അവരുടെ പെരുമാറ്റത്തിൽ ആ മാറ്റമുണ്ടാകണം, അവരുടെ ജീവിതത്തിൽ ആ മാറ്റമുണ്ടാകണം, ജീവിത സാഹചര്യങ്ങളിൽ ആ മാറ്റമുണ്ടാകണം. കർത്താവ് സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഓമന എന്നാണ് തൃശ്ശൂർ മുണ്ടൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നത്. ഈ സിസ്റ്ററുടെ കഴിഞ്ഞ പബ്ലിക് മീറ്റിംഗിൽ 2 മക്കൾക്കും കൊടുത്ത സാക്ഷിയാണ് ബ്രദർ എന്ന് പറഞ്ഞ കഴിഞ്ഞ പബ്ലിക് മീറ്റിംഗിൽ, കഴിഞ്ഞ നവംബറിലായിരുന്നു ഡിസംബറിൽ നടന്ന മീറ്റിംഗിൽ ഉണ്ടായ സൗഖ്യമാണ്. അപ്പൊ ഈ 2 മക്കൾക്കും എന്നും പനിയും കഫക്കെട്ടും ആയിരുന്നു. അവര് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഈ മൂത്ത മകൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവൻ തല കറങ്ങി വീഴുമായിരുന്നു. പക്ഷെ ബ്രദർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അവർക്ക് മൂത്ത മകൻ ആ പ്രയാസം പൂർണ്ണമായി മാറിപ്പോയി. മൂത്ത മോനെ കഴിഞ്ഞു പരിപൂർണമായിട്ട് മാറിപ്പോയി. 2 കുഞ്ഞുങ്ങൾക്ക് മാറിപ്പോയി. എന്തോ സ്കൂളിൽ പോയാൽ തലകറങ്ങി വീഴുമായിരുന്നു. അതായത് പൊടിയുടെ അലർജിയാണെന്നാണ് പറഞ്ഞത്. പൊടിയുടെ അലർജിയാണെന്നാ പറയുന്നത്. അലർജി കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു. ശ്വാസം മുട്ടും, തലയിറ്റ് വീഴും, കൈയും കാലൊക്കെ വിറക്കി ഭയങ്കര അങ്ങനെ പറഞ്ഞയക്കാൻ പറ്റാത്ത അവസ്ഥയെ. സ്കൂളിലേക്ക് അതായത് അപ്പൊ വിളിക്കും, ഒരു ഫോൺ വിളിക്കും. ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമല്ലോ, പിന്നെ ഫ്രീക്വന്റ് ആയി തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ആദ്യകാലത്ത് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ നിരന്തരം ഉണ്ടാകാൻ തുടങ്ങി. ഇന്നിപ്പോ ആ ഡിസംബറിന് ശേഷം ഇതുവരെ ആ കുഞ്ഞിന് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. യേശു ചെയ്യുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞേ. ആമേൻ പറഞ്ഞട്ടെ. പിന്നെ ഇവരുടെ ഭവനത്തില് പാമ്പിന്റെ ശല്യം ഉണ്ടായിരുന്നു. അതും പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് മാറിപ്പോയെന്ന് പറയും. പാമ്പിന്റെ ശല്യം ഉണ്ടായിരുന്നു, പാമ്പ് പിന്നെ കേറുന്നില്ല. ചില വീട്ടിൽ പാമ്പ് കയറാതിരിക്കട്ടെ കേട്ടോ, പൂർണ്ണമായിട്ടൊന്ന് പറഞ്ഞേ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നിങ്ങളുടെ വീട്ടിൽ പാമ്പ് കയറത്തില്ലെന്നൊന്ന് പറഞ്ഞേ. ഹസ്ബൻഡ് വീട്ടിൽ ഭയങ്കര വഴക്കായിരുന്നു. അതും ജീസസ് ടൈമിൽ വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പിന്നീട് അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും ഇല്ലാന്ന് പറയും. വീട്ടിനകത്ത് സമാധാനം ഉണ്ടായി. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, നമ്മുടെ കർത്താവിന്റെ പേര് പറയാവോ എന്ന് ചോദിച്ചേ. അവന്റെ പേരെന്നാന്നറിയോ? സമാധാന പ്രഭു. ആമേൻ. ഒന്ന് ശബ്ദം പറഞ്ഞേ, യേശുവിന്റെ പേരെന്താ? സമാധാന പ്രഭു. ആമേൻ ആമേൻ. സന്തോഷത്തോട് പോയട്ടെ. പത്തനംതിട്ട ഇലന്തൂരിൽ നിന്നാണ് വരുന്നത്. സിസ്റ്ററിന്റെ പേര് വത്സമ്മ തോമസ്. വലതുകാലിന്റെ പാദം ഷുഗർ വന്ന് പൊട്ടി പഴുപ്പ് വരുമായിരുന്നു. കഴിഞ്ഞ ഡെലിവറൻസ് മീറ്റിങ്ങിന് തിരുവല്ലായിൽ പ്രാർത്ഥിച്ചപ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. കാലിന്റെ അടിയില് തൊലി അങ്ങ് പോകും. എത്ര നാളായിട്ട് അമ്മയ്ക്ക് അങ്ങനെ? ഞാൻ 5-6 വർഷം കഴിഞ്ഞ കോവിഡിന്റെ അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം വന്നു. പിന്നെ വീണ്ടും വന്നു. അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഞാൻ ബ്രദറും പ്രാർത്ഥിച്ചു. ഇപ്പം നടന്നു വന്ന് ഞാൻ സൗഖ്യമായി. നേരത്തെ അമ്മയ്ക്ക് നടന്നു പോകാനൊക്കത്തില്ലേ? നടന്നു പോകാം, പക്ഷെ ഞങ്ങൾ വലിയ കാലിനെ കെട്ടിവെച്ചോണ്ടായിരുന്നു പോകുന്നു. അടിയിലായിരുന്നു. കാലിന്റെ അടിയിലാണ്. അടിയില് തൊലി അങ്ങ് പോയിട്ട് ദശ കളിക്കത്തില്ല. പിന്നെ കാലിന് നീരും വന്നു. അത് എത്ര 5-6 കൊല്ലമായിട്ടുള്ളതാ? 5-6 കൊല്ലമായിട്ടുള്ളായിരുന്നു. പ്രാർത്ഥിച്ച് രണ്ടാമത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അമ്മ ഡയബറ്റിക് ആയിരുന്നു. അതുകൊണ്ട് അമ്മയുടെ കാലിന്റെ അടിയിൽ തൊലി മുഴുവൻ പോകുമായിരുന്നു. 6-7 കൊല്ലമായിട്ട് ആ തൊലി വരത്തില്ലായിരുന്നു. അന്ന് അമ്മ ഇപ്പൊ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മീറ്റിങ്ങിന് വന്ന് പ്രാർത്ഥിച്ചു, ആ കാലിൽ തൊലി തിരിച്ചു വന്നു, അമ്മയുടെ കാല് നോർമലായി, നടക്കാൻ പറ്റും എന്നാ പറയുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ സന്തോഷമായി. ഈ കുട്ടിയുടെ പേര് ഷിബിൻ എന്നാണ്. പുല്ലാട് നിന്നാണ് വരുന്നത്. വരുന്നത് പുല്ലാട്. ഓക്കെ. ഇവൾക്ക് 12 വർഷമായിട്ട് മൈഗ്രെയിന്റെ തലവേദന ഉണ്ടായിരുന്നു. 12 കൊല്ലമായിട്ട് മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. 4 വർഷമായിട്ട് ശ്വാസം മുട്ടലും ഉണ്ടായിരുന്നു. ഈ രോഗത്താൽ ഈ കുട്ടി ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ ഡിസംബറിൽ നമ്മൾ ഇവിടുത്തെ മീറ്റിങ്ങിൽ വെച്ച് ബ്രദർ ദേഹത്തോട് തന്നെ വിളിച്ച് പറയുവാനിടയായി, നിനക്ക് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടെന്ന് പറയുവാനിടയായി. ഇവൾ പറഞ്ഞു, എനിക്ക് ആ തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ആ നിമിഷം മുതൽ ഈ സമയം വരെയും അങ്ങനെ ഒരു രോഗം അവളെ അലട്ടിയിട്ടില്ല. ഹല്ലേലൂയ. ശ്വാസം മുട്ടൽ എന്ന രോഗം പിന്നീട് അവളെ തൊട്ടിട്ടില്ലെന്നാണ് സാക്ഷീകരിക്കുന്നത്. മോളുടെ പേര് പറഞ്ഞേ? ഷിബി. മോള് ഈ പറഞ്ഞു ശരിയാണോ? 12 കൊല്ലമായിട്ട് 2-3 ദിവസം കൂടി നിൽക്കുമായിരുന്നു. 2-3 ദിവസം കൂടി മൈഗ്രെയിൻ വരുമായിരുന്നു. 4 വർഷമായിട്ട് ശ്വാസം മുട്ടലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ശരിയാ? രണ്ടും പരിപൂർണ്ണമായിട്ട് മാറി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സന്തോഷത്തോടെ പോയ ബ്രദറെ, മോന്റെ പേര് പ്രജിൻ എന്നാണ്. പ്രജിൻ പനവിള എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്.
അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അലർജിയുടെ പ്രോബ്ലം അത് ഉണ്ടായിരുന്നു. കാരണം രാവിലെ എണീക്കുമ്പോൾ എന്നും തുമ്മലുണ്ടായിരുന്നു, ശ്വാസമുട്ടലും ഉണ്ടായിരുന്നു. എപ്പോഴും ഇൻഹേലർ ഉപയോഗിച്ചിട്ട് അവൻ എണീക്കുന്നത് തന്നെ. എന്നാൽ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു, 2 ആഴ്ച കൊണ്ട് ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല, ശ്വാസമുട്ടില്ല എന്ന് സാക്ഷ്യപ്പെട്ടു. കൈയടിച്ചു രാമേൻ പറഞ്ഞേ. ഇത് ശരിയാണോ? ഇൻഹേലർ ഉപയോഗിക്കുന്നില്ലേ? ഇല്ല. മാറിയോ? പൂർണ്ണമായിട്ട് പോയോ? പോയി. ശ്വാസം മുട്ടലില്ലേ? ഇല്ല. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായി നന്ദി പറയാം. കർത്താവിൻ്റെ സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യാം. എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ വ്യക്തികളും ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന പ്രയാസം അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അനുഭവം ഏതു തന്നെയാണെങ്കിലും അത് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. നിശ്ചയമായും ഒരു മറുപടിയെ ദൈവം നൽകുമെന്ന് വിശ്വസിച്ചാട്ടെ. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവെ ദൈവിക സന്തോഷം ചലിക്കട്ടെ അപ്പാ. ദൈവിക അനുഭവങ്ങൾ അവരുടെ ലൈഫിലുണ്ടാകട്ടെ അപ്പാ. മെയിൻ കർത്താവെ ഇവരായിരിക്കുന്ന സാഹചര്യം ഏതു തന്നെയാണെങ്കിലും അവിടെ ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കാൻ കഴിയണം, ദൈവിക സന്തോഷത്തെ അനുഭവിക്കാൻ കഴിയണം അപ്പാ. താങ്ക് യു ജീസസ്. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നപ്പാ, ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നപ്പാ. ദൈവിക അനുഭവങ്ങളിൽ കർത്താവേ കുടുംബങ്ങളായിത്തീരട്ടെ അപ്പാ. ദൈവിക അനുഭവങ്ങളിൽ ഈ കുടുംബങ്ങളായിത്തീരട്ടെ അപ്പാ. ദൈവിക പദ്ധതികളിൽ ഈ കുടുംബങ്ങളായിത്തീരട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു, അവിടുത്തെ ശ്രേഷ്ഠതയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. അടുക്കളയിൽ ഉപയോഗിക്കുന്ന എന്തോ കട്ട് ചെയ്യുന്ന ഒരു കട്ടർ കൊണ്ട് തൻ്റെ കൈ മുറിഞ്ഞിട്ടായിരിക്കുന്ന ഒരു വ്യക്തി ഒരു പീസ് അറ്റുപോയതുപോലെയാണ് ആയിരിക്കുന്നത്. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം, ആ മുറിവിനെ കർത്താവ് ഉണക്കുന്നത് കാണാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന യേശുവേ, ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ. എനിക്കൊരു തെങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വീട്ടിൽ ആയിരിക്കുന്ന ആ തെങ്ങ് കായ്ഫലമില്ലാതാണ് ആയിരിക്കുന്നത്. പലതും ശ്രമിച്ചു നോക്കി, പക്ഷേ അതിൽ പ്രയോജനമൊന്നുമില്ല. എന്നാൽ ആ വൃക്ഷത്തിന് ശരിയായ വിധത്തിൽ ഫലമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ അപ്പാ, കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ അപ്പാ. കർത്താവേ പരസ്പരം ചേർച്ചയില്ലാതാക്കുന്ന, മുഖത്തോട് നോക്കാൻ കഴിയാത്ത വിധത്തിൽ അകറ്റുന്ന ആ ഇരുട്ടിൻ്റെ ബലങ്ങൾ ഉടഞ്ഞു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉടഞ്ഞു പോകട്ടെ അപ്പാ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ഈ വീടുകൾ നിറയട്ടെ, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ഈ വീടുകൾ നിറയട്ടെ അപ്പാ. അവിടുത്തെ സ്നേഹം കൊണ്ട് ഈ വീടുകൾ നിറയട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവിക അത്ഭുതം ഉണ്ടാകട്ടെ അപ്പാ, ദൈവിക അത്ഭുതം ഉണ്ടാകട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവിധമായ ദൈവിക അനുഭവങ്ങളിലും കർത്താവ് നിങ്ങളെ നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.